ബി.ജെ.പി. മുന്നണിയിൽ നിന്നും ഇതാ ഒരു ഘടകകക്ഷി ഇടതു മുന്നണിയിലേക്ക് ചാടാൻ തയ്യാറായി നിൽക്കുന്നു. മുന്നണി മാറ്റ ചർച്ചകളിലേക്ക് കടക്കുന്ന ബി.ഡി.ജെ.എസിന്റെ മനസ്സ് നീങ്ങുന്നത് ഇടതുപക്ഷത്തേക്കു തന്നെയാണ്. ആ തരത്തിലുള്ള ചില രാഷ്ട്രീയ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും SNDPയുടെ പിന്തുണ ഉള്ളതിനാൽ തങ്ങൾ നിൽക്കുന്നിടത്ത് ഈഴവ വോട്ടുകൾ ഉറയ്ക്കുമെന്ന സന്ദേശമാണ് CPMന് BDJS നൽകിയിരിക്കുന്നത് എന്നതാണ്. മിക്കവാറും CPMും ആ തരത്തിലുള്ള ഒരു ധാരണയാണ് വച്ചിരിക്കുന്നത്. എന്താണെന്നറിയില്ല. എന്തായാലും BDJS എന്ന രാഷ്ട്രീയ പാർട്ടി ഇത്രയും കാലം NDA സഖ്യത്തിലായിരുന്നു, BJPയുടെ NDA സഖ്യത്തിലായിരുന്നു. ഇപ്പോഴും അവർ അതിനകത്ത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന ചില സൂചനകൾ നമുക്ക് നൽകുന്നത് BDJS ഇടതു മുന്നണിയിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ് എന്നതാണ്. എന്നാൽ പെട്ടെന്ന് BJPയെ പിണക്കാൻ പാർട്ടി ഒരു തയ്യാറാകുന്നതുമില്ല എന്നതാണ് മറ്റൊരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത്. തുഷാർ വെള്ളാപ്പള്ളിക്ക് അത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യം കുറവുണ്ട് എന്നാണ്. എന്നാൽ BDJSലെ പല നേതാക്കളും, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ്റെ കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സ് കാണുന്ന പലരും അതിനു വേണ്ടിയിട്ടാണ് ഇടതുമുന്നണിയിലേക്ക് പോകണം എന്ന അഭിപ്രായം ഉയർത്തുന്നു എന്നും, എന്നാൽ തുഷാർ വെള്ളാപ്പള്ളി അതിൽ അത്ര താല്പര്യം കാണിക്കുന്നില്ല എന്നും അറിയുന്നുണ്ട്. പക്ഷേ BJPക്ക് മുമ്പിൽ ചില ആവശ്യങ്ങൾ ഉന്നയിക്കാനാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ഈ BDJSന്റെ ഒരു ഐഡിയ എന്നാണ് തോന്നുന്നത്. അത് നടപ്പിലാക്കിയില്ലെങ്കിൽ മുന്നണി മാറ്റം എന്ന തീരുമാനം എന്നതാണ് തുഷാറിൻ്റെ ഒരു മനസ്സിലിരിപ്പ്. രാജ്യസഭാ സ്ഥാനം നേടിയെടുക്കുക, അതിനുശേഷം കേന്ദ്രത്തിൽ ഒരു സഹമന്ത്രി സ്ഥാനം നേടിയെടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലിരിപ്പ് എന്ന് പറയുന്ന തുഷാർ വെള്ളാപ്പള്ളിയുടെ മനസ്സിലിരിപ്പ് എന്നത്. എന്തായാലും ഉടൻ മുന്നണി മാറണമെന്നുള്ള വെള്ളാപ്പള്ളി അനുകൂലികളുടെ വാദം അപ്പോഴും ശക്തം തന്നെയാണ് അവരുടെ ഇടയിൽ. ശനിയാഴ്ച യോഗം ചേരുന്നുണ്ട്. ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ച യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ വിശദമായ ചർച്ചകൾ നടക്കും എന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാലും പാലക്കാട്ടെ മദ്യനിർമ്മാണശാല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് പിന്തുണയുമായി NDA ഘടകകക്ഷിയായ BDJS രംഗത്ത് വന്നിരിക്കുന്നത് ഇതിൽ നിന്നാണ്. അങ്ങനെ അവർ രംഗത്ത് വന്നപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ചർച്ചകളെല്ലാം ഉയർന്നതും. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന BDJSന്റെ ഒരു ക്യാമ്പിലും ഈ അഭിപ്രായം ഉയർന്നിരുന്നു എന്നതുകൊണ്ട് ഇപ്പോൾ ഘടകകക്ഷിയായ CPI പോലും അംഗീകരിക്കാത്ത ബ്രൂവറി വിഷയത്തിൽ പിണറായി വിജയനെയും CPMനെയും പിന്തുണയ്ക്കാൻ BDJS രംഗത്ത് വന്നിരിക്കുന്നു എന്നത് നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയില്ല. ഇവിടെയാണ് നമ്മൾ ഈ മുന്നണി മാറ്റം BDJSന്റെ ഉള്ളിൽ ചർച്ചയായി ഉയർന്നു കഴിഞ്ഞു എന്ന് പറയേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും BDJS, കോൺഗ്രസും BJPയും എല്ലാം ബ്രൂവറിയ സമരത്തിലാണ് ഇപ്പോൾ. നമുക്കറിയാം, BDJS മാത്രം അനുകൂലിക്കുമ്പോൾ LDFനകത്തുള്ള CPIയും RJDയും എതിർക്കുന്നു. പിന്നെ പ്രതിപക്ഷത്തുള്ള UDF പൂർണ്ണമായും എതിർക്കുന്നു. BJPയും അതിനെ എതിർത്താണ് രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ BDJSന്റെ നിലപാട് ഇങ്ങനെ അല്ല എന്നാണ്. അവരുടെ ആവശ്യം മറ്റൊന്നാണ്. അവർ പറയുന്നത്, എന്തിനാണ് ഈ പാലക്കാട് ഈ പ്രശ്നമുണ്ടാക്കുന്നത്? കാരണം പാലക്കാട് വരുന്നത് കൊണ്ടാണല്ലോ അവിടെ നെൽവയലുകളാണ്, വെള്ളം ബുദ്ധിമുട്ടാണ്, പാലക്കാട് ജില്ല വെള്ളത്തിന് പ്രയാസപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പകരം ആലപ്പുഴയിൽ കൊണ്ടുവന്നാൽ മതി, ആലപ്പുഴയിലെ ചേർത്തലയിൽ കൊണ്ടുവന്നാൽ മതി. ആ ചേർത്തലയിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ, പിന്നെ അതുകൊണ്ട് തന്നെ അവിടെ ഈ ബ്രൂവറി നടത്താമല്ലോ എന്നൊക്കെയാണ് ഈ ആലപ്പുഴയിൽ നിന്നുള്ള BDJSന്റെ നേതാക്കന്മാർ പിന്നെ അവകാശപ്പെടുന്നതും ആവശ്യപ്പെടുന്നതും. എന്തായാലും വെള്ളാപ്പള്ളിയുടെ അനുഗ്രഹം ഇങ്ങനെ ആവശ്യപ്പെടുന്നവരുടെ പിന്നിൽ ഉണ്ട് എന്നാണ് അറിയുന്നത്. നേരത്തെ കോട്ടയത്തെ പാർട്ടി സമ്മേളനം മുന്നണി മാറ്റം അനിവാര്യമാണെന്ന പ്രമേയം പാസാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബ്രൂവറിയിൽ CPMന് CPI പിന്തുണ നൽകുന്നില്ലെങ്കിൽ പോലും ഈ BDJS പിന്തുണ നൽകാൻ രംഗത്ത് വന്നിരിക്കുന്നത്. പാലക്കാട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ചേർത്തലയിലേക്ക് മാറ്റണമെന്നും യോഗം കഴിഞ്ഞ ദിവസം കൂടിയ BDJSന്റെ യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ കൂടുതൽ മദ്യം ഉൽപ്പാദിപ്പിച്ചിരുന്ന ചേർത്തലയിലെ മക്ഡവൽ കമ്പനിയുടെ സ്ഥലവും സൗകര്യവും ഇതിനായി പ്രയോജനപ്പെടുത്തണം. മദ്യ ഉൽപാദനത്തിന്
സമരത്തിന് ആവശ്യമായ സ്പിരിറ്റ് ഇവിടെ ഉണ്ടാക്കി ഗുണനിലവാരം ഉറപ്പാക്കുന്ന തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇപ്പം CPM പറയുന്നത് പോലെ തന്നെയാണ് BDJSന്റെ ആലപ്പുഴയിൽ നിന്നുള്ള നേതാക്കളും പറയുന്നത്. എന്തായാലും നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈ BDJSന്റെ ഈ മനംമാറ്റം ഒരുപക്ഷെ LDFിലേക്ക് ചേക്കറാൻ വേണ്ടി ഉള്ള നീക്കം തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.